ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിലായിരിക്കുന്നു. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് നിതിനെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിനെ സിപിഎം പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുകയായിരുന്നു. ആ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നിതിൻ പുല്ലനെ സിപിഐഎം പ്രവർത്തകരെത്തി ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. പിന്നാലെ ഒളിവിൽ പോയ ഇയാൾക്കായി തൃശൂർ സിറ്റി റൂറൽ പരിധികളിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെയാണ് ഇന്നുച്ചയോടെ ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് നിതിൻ പുല്ലനെ പിടികൂടിയത്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ നിതിൻ പുല്ലനെ പാർട്ടി സംരക്ഷിക്കുന്നതായി ആക്ഷേപമുയർന്നിരുന്നു. ചാലക്കുടി ITI തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് പോലീസിന് നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആക്രമണമുണ്ടായത്. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത പ്രവർത്തകർ ഇതിലെ പ്രതിയായ നിതിൻ പുല്ലനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:45ഓടെയാണ് ആക്രമണം നടന്നത്. ITI ക്യാമ്പസിലും റോഡിലും ബോർഡുകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് 2 ദിവസം മുൻപ് SFI ABVP പ്രവർത്തകർ തമ്മിൽ തർക്കം നടന്നിരുന്നു. പോലീസ് എത്തി ഇരുവരുടെയും ബോർഡുകൾ നീക്കം ചെയ്തു. SFIക്കാരുടെ ബോർഡുകൾ നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പോലീസ് ജീപ്പ് ആക്രമണം. SFIക്കാരും ഇതിൽ ചേർന്നു. പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ കയറി നിന്ന് ചില്ല് അടിച്ചു പൊട്ടിച്ചു. ആക്രമണം നടന്ന് അരമണിക്കൂർ കഴിഞ്ഞ് CPIM പ്രവർത്തകർക്കൊപ്പം നിതിൻ പുല്ലൻ നടന്നുപോയപ്പോൾ കാത്തുനിന്ന പോലീസ് സംഘം പിടികൂടാൻ ശ്രമിച്ചു. CPIM ഏരിയ സെക്രട്ടറി KS അശോകൻ, പ്രവർത്തകനായ ഗോപി, ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അശ്വിൻ, സാംസൺ ഉൾപ്പെടെയുള്ളവർ ഇത് തടഞ്ഞു. ബലപ്രയോഗത്തിലൂടെ നിതിനെ കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചെങ്കിലും നടക്കാതായപ്പോൾ ലാത്തി വീശി. നിതിൻ പുല്ലനെ പിടികൂടി റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയി ജീപ്പിട്ടിരുന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും പ്രവർത്തകർ ബലം പ്രയോഗിച്ച് നിതിനെ മോചിപ്പിച്ചു കൊണ്ടുപോയി. രാത്രി 8:30ഓടെ സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായി. പ്രതികളെ തിരക്കിയിറങ്ങിയ പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ എത്തിയ CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥലത്തുണ്ടായിരുന്ന ഡിവൈഎസ്പി TS സിനോജ്, SHO KS സന്ദീപ് എന്നിവർക്ക് നേരെ തട്ടിക്കയറുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. അതേസമയം SIയുടെ കൈകാലുകൾ തല്ലിയൊടിക്കുമെന്ന ഭീഷണിയുമായി SFI രംഗത്തെത്തി. ചാലക്കുടി SI അഫ്സലിനെ തെരുവ് പട്ടിയെപ്പോലെ തല്ലുമെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് പറഞ്ഞു. കുട്ടിയോട് പെരുമാറി കഴിഞ്ഞാൽ 2 കൈയും കാലും തല്ലിയൊടിക്കാൻ അതിനിപ്പോ ജയില്. SIയെ കൈകാലുകൾ തല്ലിയൊടിച്ച് ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് ഹസൻ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് വ്യക്തമാക്കി. SIക്കെതിരെ പരസ്യമായി അസഭ്യവർഷം ചൊരിഞ്ഞായിരുന്നു SFI നേതാക്കളുടെ പ്രസംഗം. SFI പ്രവർത്തകർ പോലീസിനെതിരെ ചാലക്കുടിയിൽ പ്രകടനം നടത്തി. ചാലക്കുടി SIക്കെതിരെ നടപടിക്കുള്ള നീക്കങ്ങളും CPIM നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ ഏതാനും SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. പോലീസ് ജീപ്പ് തകർത്തതിനു പുറമെ ചാലക്കുടി ACP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചിരുന്നു.